ഓരോ പ്രാവശ്യവും ഓരോ രീതിയിലും നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പറയപ്പെടുന്ന ആ ഐക്യം അത് യാഥാർത്ഥ്യമാണ്. ആ ഐക്യം അതിൻ്റെതായിട്ടുള്ള ക്രിയതായിട്ടുള്ള ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഫലവത്താക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. താഴെ തട്ടിൽ സാധാരണക്കാരായ ആളുകൾക്ക് സ്ഥാനാർത്ഥിയോടും അതുപോലെ ഞങ്ങളുടെ പ്രവർത്തകരെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു ആവേശം ഞങ്ങൾ അതൊന്നും മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ അവസാനഘട്ട പ്രചരണ മണിക്കൂറുകളിലാണ് നിലവിൽ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ ടീം UDF ഉള്ളത്. മുമ്പെങ്ങും ഇല്ലാത്ത വിധം ഒറ്റക്കെട്ടായിക്കൊണ്ട് ടീം UDF വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വലിയ വിജയം തന്നെയാണ് അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്. നമ്മളോടൊപ്പം പെരിന്തൽമണ്ണയിലെ പ്രമുഖ നേതാക്കളായിട്ടുള്ള അഡ്വക്കേറ്റ് AK മുസ്തഫയും V ബാബുരാജും കൂടെയുണ്ട്. എന്തായാലും വലിയ ഒരു ആത്മവിശ്വാസത്തോടു കൂടെയാണല്ലോ ഇക്കുറി തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്. ടീം UDF ഒറ്റക്കെട്ടാണ്, സെറ്റാണ് എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. എന്താണ് നിലവിലെ അവസ്ഥ? എങ്ങനെയാണ് ഈ ടീം UDF ഒറ്റക്കെട്ടായി മാറിയത്? നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു വിജയം അത് ഈ ടീം UDFന്റെ ഒരുമയാർന്ന ഐക്യത്തോടു കൂടിയുള്ള പ്രവർത്തനത്തിന്റെ ആകത്തുകയായിരുന്നു. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഞങ്ങളിപ്പോ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിലും പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ 244 ബൂത്തുകളെയും ഒരു ചരടിൽ കോർത്തിണക്കി ഒരേ രീതിയിൽ അവിടുത്തെ മുസ്ലിം ലീഗുകാരനാണെങ്കിലും കോൺഗ്രസ്സുകാരനാണെങ്കിലും മറ്റു ഘടകകക്ഷിയുടെ ആളുകളാണെങ്കിലും എല്ലാവരും നേതൃത്വവും കാൻഡിഡേറ്റും ഒക്കെ ആയിട്ടുള്ള നല്ല ഒരു നെറ്റ്വർക്ക് രൂപീകരിച്ചെടുക്കാൻ ഞങ്ങളെ കൊണ്ട് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. ആ 21 മുതൽ 244 വരെയുള്ള ബൂത്തുകളെ ഓരോ അർത്ഥത്തിലും ഓരോ പ്രാവശ്യവും ഓരോ രീതിയിലും നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പറയപ്പെടുന്ന ആ ഐക്യം അത് യാഥാർത്ഥ്യമാണ്. ആ ഐക്യം അതിൻ്റെതായിട്ടുള്ള ക്രിയതായിട്ടുള്ള ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഫലവത്താക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ആ നെറ്റ്വർക്ക് താഴെ തട്ടിലെ 244 ബൂത്തുകളിലും വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ചാലക ശക്തികളായിട്ടുള്ള ഞങ്ങളുടെ മിഡിൽ ലെവൽ ലീഡേഴ്സിനെ ഒക്കെ ചലിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ആകത്തുകയാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു റിസൾട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ ടീം UDFന്റെ ഐക്യം എന്ന് പറയുന്നത്. ഇപ്പോ ഈ 244 ബൂത്തുകൾ എന്ന് പറഞ്ഞല്ലോ, ഈ 244 ബൂത്തുകളിൽ ഞങ്ങൾ പോകുന്നുണ്ട്. ഒന്നാമത്തെ ബൂത്ത് മേലാറ്റൂരിലാണ്. അങ്ങനെ തുടങ്ങി 244 ബൂത്തുകളിൽ ഞങ്ങൾ വിസിറ്റ് ചെയ്ത് ഇന്നലെ മുഴുവനായിട്ടും മുനിസിപ്പാലിറ്റിയിലായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും ഓരോ പഞ്ചായത്തിൽ ചെലവഴിച്ചുകൊണ്ട് ഈ 244 ബൂത്തുകളിലെയും ഞങ്ങളുടെ ചെയർമാൻ കൺവീനർമാരെ കാണുകയും അവരോട് സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ തീർക്കുകയും അവർക്കൊരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കി കൊടുത്ത് അവരൊക്കെ ടീം UDFന്റെ ഭാഗമാണ് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കി ആ ഒരു രീതിയിലേക്ക് അവരെ മാനസികമായിട്ട് ഉയർത്തുകയാണ് ഞങ്ങൾ ആദ്യം ചെയ്തിട്ടുള്ളത്. ആ പണിയുമായിട്ട് ഇന്നും ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പെരിന്തൽമണ്ണ ഇപ്രാവശ്യം ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മുസ്തഫ സൂചിപ്പിച്ചതുപോലെ വലിയ ഭൂരിപക്ഷം, റെക്കോർഡ് ഭൂരിപക്ഷം പെരിന്തൽമണ്ണയിൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പെരിന്തൽമണ്ണയിലെ UDF പ്രവർത്തകർ വളരെ ആവേശത്തിലാണ്. ഞങ്ങളുടെ താഴെ തട്ടിലുള്ള കമ്മിറ്റികളെ പതിവിന് വിപരീതമായി ഞങ്ങൾ സീനിയർ നേതാക്കന്മാർക്ക് ഓരോ പഞ്ചായത്തിന്റെ ചുമതല നൽകിക്കൊണ്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അവർ കൃത്യമായി ചുമതലയുള്ള നേതാക്കന്മാർ അതാത് പഞ്ചായത്തിൽ മുഴുവൻ സമയവും അവരുടെ പ്രവർത്തനം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വ്യത്യസ്തമായ ഒരു പ്രവർത്തനമാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ ഒരുക്കി സജ്ജമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ ഒറ്റക്കെട്ടായി കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായ ആ ഒരു റിസൾട്ട് ഞങ്ങൾക്ക് ഒരു ആവേശമാക്കി പെരിന്തൽമണ്ണയിൽ മുഴുവൻ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഒക്കെ പിടിച്ചെടുക്കാൻ സാധിച്ചത് ടീം UDFന്റെ ഒരു ശക്തമായ പ്രവർത്തനം കൊണ്ടാണ്. അതിന്റെയൊക്കെ ഒരു പിൻബലത്തിലാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് 15,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഇപ്രാവശ്യം നെജിക്കാന്തരത്തിൽ ഉണ്ടാകും. അതിനുള്ള പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ആ ഭരണം ജനങ്ങൾ മതിയായി അതിന് അവസാനിപ്പിക്കാനുള്ള ഒരു തീയതിയാണ് ഈ 9-ാം തീയതി അവർ കാണുന്നത്. അതിനുള്ള കഴിഞ്ഞ 10 വർഷം ഏത് രീതിയിലാണോ ഈ ഗവൺമെന്റ് ജനങ്ങളെ ദുരിതത്തിലാക്കിയിട്ടുള്ളത് അതിന് അറുതി വരുത്താനുള്ള തീരുമാനം ജനം എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ഒരു പ്രത്യേകത. അതാണ് താഴെ തട്ടിൽ സാധാരണക്കാരായ ആളുകൾക്ക് സ്ഥാനാർത്ഥിയോടും അതുപോലെ ഞങ്ങളുടെ പ്രവർത്തകരെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു ആവേശം ഞങ്ങൾ അതൊന്നും മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പുതിയ വിവാദങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. ഗവൺമെന്റ് ഇപ്പോൾ റേഷൻ അഡ്വാൻസ് ആയി മെയ് മാസത്തെ റേഷൻ വരെ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് പുതിയ ഒരു പ്രൊപ്പഗണ്ട ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ കിറ്റ് കൊടുത്ത പോലെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ചട്ടവിരുദ്ധമാണ് അവർ ചെയ്യുന്നത്. അതൊക്കെ ജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള കഴിവ് ഇന്ന് ജനങ്ങൾക്കുണ്ട്. 100% ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഞങ്ങളിലെ റേഷനരിയും അത്യാവശ്യ സാധനങ്ങളും കൊടുക്കാത്ത ഒരു സർക്കാരാണ് വരും മാസങ്ങളിലെ റേഷൻ അരി ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. റേഷൻ അരി മാത്രമല്ല, നിത്യോപയോഗ സാധനങ്ങളൊക്കെ റേഷൻ ഷാപ്പുകൾ വഴി ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതും കൊടുക്കാൻ കഴിയാതിരുന്ന, അതിലേക്ക് നോക്കാതിരുന്ന ഗവൺമെന്റ് വരും മാസങ്ങളിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ചട്ടവിരുദ്ധമായ കാര്യമാണ്. ഇതൊന്നും കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാതിരുന്ന വിഷയങ്ങളാണ്. അതിലേക്ക് ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ അവരുടെ മെഷീനറി മുഴുവനായിട്ടും ഉപയോഗപ്പെടുത്തി അതിനെതിരായിട്ട് നീങ്ങും എന്നുള്ളതാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുക. ഇതുവരെ കൊടുക്കാതിരുന്ന പെൻഷൻ ഇപ്പൊ തകൃതിയായിട്ട് അതിന്റെ വിതരണം പാർട്ടിക്കാരെയും ബാങ്കിലെ സ്റ്റാഫിനെയും അവർക്ക് അനുകൂലിക്കുക എന്ന് തോന്നുന്ന സ്ഥാപനങ്ങളിലെ സ്റ്റാഫിനെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ചട്ടവിരുദ്ധമാണ്. ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള അടവ് മാത്രമാണ് എന്നുള്ളത് ജനങ്ങൾക്കറിയാം. അപ്പൊ ജനം സ്വാഭാവികമായിട്ടും ഈ ഗിമ്മിക്കിലൊന്നും വിധേയരാകാതെ സ്വാഭാവികമായിട്ടുള്ള അവരുടെ ഒരു പ്രതികരണ ശേഷി ഉപയോഗപ്പെടുത്തി അവർ വോട്ട് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അതിന് പുറമെ ഈ പറഞ്ഞതുപോലെ പെരിന്തൽമണ്ണയിൽ ടീം UDF സെറ്റാണ്, സന്നദ്ധമാണ്. ഞങ്ങൾ 9-ാം തീയതിക്ക് വേണ്ടി ഞങ്ങളും ഞങ്ങളുടെ പ്രവർത്തകനോടും ഞങ്ങളുടെ സഹയാത്രികരും സമഭാവനയിലുള്ള ആളുകളും ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി നജീബ് കാന്തപുരം പെരിന്തൽമണ്ണയിൽ ജയിക്കും. എന്തായാലും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ പ്രചരണം അവസാന മണിക്കൂറുകളിലാണല്ലോ. എങ്ങനെയാണ് പ്രവർത്തകരുടെ ആവേശം? പൊതുവെ ശക്തമായ മത്സരം എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? പ്രവർത്തകർ വളരെ ആവേശത്തിലാണ്. ഇന്ന് വൈകുന്നേരം നടക്കുന്ന കൊട്ടിക്കലശത്തോട് നിങ്ങൾക്കത് മനസ്സിലാകും. പെരിന്തൽമണ്ണ ഒരു കാലത്തും കാണാത്ത രീതിയിലുള്ള UDFന്റെ പ്രവർത്തകരുടെ ആവേശ തിരമാലയാണ് ആഞ്ഞടിക്കുന്നത്. അത് ഞങ്ങളുടെ റോഡ് ഷോ, ഇന്നലെ തുടങ്ങിയ റോഡ് ഷോ ഇന്ന് മേലാറ്റൂരിലും വെട്ടത്തൂരിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ പ്രവർത്തകരുടെ പങ്കാളിത്തം, ജനങ്ങളുടെ ആ ഒരു തിരിച്ചുള്ള പ്രതികരണമൊക്കെ കാണുമ്പോൾ വലിയ ആവേശം ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിന് കാണാൻ സാധിക്കുന്നുണ്ട്. അത് വോട്ടിംഗിന്റെ പോളിംഗ് നില വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഭൂരിപക്ഷം റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് എത്തും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ മത്സരമില്ല. പെരിന്തൽമണ്ണയിൽ ഒരു മത്സരം ഉണ്ടായിട്ട് ഞങ്ങൾക്കറിയാം. കഴിഞ്ഞ ശശികുമാർ മത്സരിച്ച ആ ഒരു സമയമൊക്കെ ഞങ്ങളുടെ അറിയാം. കഴിഞ്ഞ വർഷം നിന്ന പണച്ചാക്ക് നിന്ന മത്സരം ഞങ്ങൾക്കറിയാം. അത്തരം ഒരു ആവേശമൊന്നും CPM-കാരുടെ ഭാഗത്ത് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. DYFI-കാരൊന്നും എവിടെയും കാണാൻ പോലും ഇല്ല. അത്തരം ഒരു രീതിയിലാണ്. നേരെ മറിച്ച് UDFന്റെ നിങ്ങൾ തന്നെ ഫീൽഡിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി കാണാൻ സാധിക്കും. ഞങ്ങളെ സ്ക്വാഡ് പ്രവർത്തനം 4ഉം 5ഉം തവണ വീട് കയറി ഇറങ്ങുന്ന പ്രവർത്തകരെ ആവേശത്തോടു കൂടി കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അവസാനഘട്ട മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള ആവേശവും ആത്മവിശ്വാസവുമാണ് ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി പ്രകടിപ്പിക്കുന്നത്. ടീം UDF സെറ്റാണെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം അതിനേക്കാൾ ഇരട്ടിയായി ഇക്കുറി നിയമസഭയിൽ ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടെ ആവർത്തിക്കുമെന്നും ഇവരെല്ലാവരും നമ്മളോട് പറഞ്ഞു വെക്കുന്നു. പെരിന്തൽമണ്ണയിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂദിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jam June Hypermarket, exceeding expectations.